ചില ആളുകളൊക്കെ നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരുന്ന ഒരു നിമിത്തം പോലെയാണ്. അങ്ങനെ UK ജീവിതത്തിനിടയ്ക്ക് എപ്പോഴോ കണ്ടുമുട്ടിയ ഒരു വ്യക്തിത്വമാണ് സാബുജി എന്ന് പറയുന്നത്. സാബുജി എന്ന് പറയുന്നത് ഒരു ഹിന്ദിക്കാരനല്ല കേട്ടോ, മലയാളിയാണ്. പേര് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും. നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുകയും എല്ലാ കാര്യത്തിലും കട്ടക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തുകയും ചെയ്ത ഒരു ചേട്ടായിയാണ്. പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഇത് വീട്ടിലേക്ക് പോകുന്ന ഒരു പ്രൈവറ്റ് റോഡാണ്. അപ്പം ഇവിടെ കൂടി വേണം നമ്മൾ പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് ചെല്ലാൻ വേണ്ടി. അപ്പോൾ ഇന്ന് അവിടെ പോണ്ട് എന്തൊക്കെയോ ക്ലീൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യും, ഞാൻ വരുന്നുണ്ടെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞേക്കും. അപ്പോൾ എന്നാലും ഞാൻ പോയി നോക്കാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. ഏകദേശം 2-2.5 ഏക്കറിലാണ് ഈ സ്ഥലവും വീടും ഇരിക്കുന്നത്. നമ്മുടെ സാഹചര്യനാണെങ്കിൽ പുള്ളിക്കാരൻ്റെ കേരള കിച്ചൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ വിറലിൽ. അപ്പോൾ അവിടെ പോയേക്കുവാണ്. അകത്ത് ചേച്ചിയും പിള്ളേരും പിന്നെ നമ്മുടെ കുറച്ച് ടീംസ് ഉണ്ട്. അപ്പോൾ അവന്മാരൊക്കെ ഞാൻ കണ്ട് തിരിച്ചു വന്നിട്ട് ഇൻട്രോ ചെയ്യാം. ഓക്കെ, വെൽക്കം ബാക്ക് ടു കൊച്ചിക്കാരൻ വ്ലോഗ്. ഫ്രാൻസിസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സാബുജിയുടെ വീട്ടിലെ കുളം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ്. അതിൽ കുറേ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് നോക്കാം അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം മൊത്തം വറ്റിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞൊന്ന് ക്ലീൻ ചെയ്യുന്നു, പിന്നെ അത് എന്തെങ്കിലും മീനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പുറത്തെടുത്ത് ഒന്ന് കാണിക്കാം, പിന്നെ അതിന് റീഫിൽ ചെയ്യുന്നു, പിന്നെ മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതിനെ തിരിച്ച് കുളത്തിലേക്ക് തന്നെ ഇടുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ആ കുളം ഒന്ന് കാണാം. ഒരു പുതിയൊരു അതിനെ ഞാൻ പരിചയപ്പെടുത്താം. ഇത് സാബുജിയുടെ പട്ടിയാണ്. അവളുടെ പേര് നീനു എന്നാണ്. 2 പട്ടിയുണ്ട്, ഒന്ന് രാജും ഒന്ന് നീനുവും. ഇവിടെ 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 വാടി. അയ്യോ കണ്ടോ, ഇതാണ് നമ്മുടെ പട്ടി. കണ്ടോ, സേ ഹലോ എന്നൊക്കെ അടിച്ചു. ഒരു കൊച്ചു സിംഹമാണ് ഇവൻ. ഇവനല്ല, ഇവൾ. ഓക്കെ, അപ്പൊ നമുക്ക് കുളം കണ്ടാലോ. അപ്പൊ ഇതാണ് നമ്മുടെ കുളം. നമ്മൾ ഈ കുളമാണ് ക്ലീൻ ചെയ്ത് റെഡിയാക്കാൻ പോകുന്നത്. അത്യാവശ്യം നല്ല സൈസുള്ള ഒരു കുളമാണ്. ആഴം ഉണ്ടോന്നറിയില്ല, എന്നാലും നമുക്ക് ഇറങ്ങി നോക്കാം. അപ്പൊ ഇവനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതൊരു കനേഡിയൻ ബ്രീഡാണ് സംഭവം. ന്യൂ ഫൗണ്ട് ലാൻഡ് എന്ന് പറയുന്ന ഒരു ബ്രീഡാണ് സംഭവം. അപ്പൊ അവളെ നാട്ടിൽ നോക്കിക്കോണം. അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. നമ്മുടെ ആളുകളെ കാണട്ടെ ഇപ്പൊ എല്ലാവരും. ഹലോ ഗായ്സ്, ഹലോ. അപ്പൊ നമ്മള് എല്ലാരും കൂടിയ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം വെള്ളം, ഇത് അത്യാവശ്യം നിറഞ്ഞൊരു കുളമായിരുന്നു. പക്ഷെ ഇപ്പം സമ്മർ ആയതുകൊണ്ട് വെള്ളം കുറഞ്ഞു. അപ്പൊ ഇതിൽ ഒത്തിരി മീനുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കോമൺ കാർപ്പ്, പിന്നെ കോമൺ എന്തുവാ കോയ്, പിന്നെ ഓർഫീസ് സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്ന. അപ്പൊ ഇതെല്ലാം വെള്ളം കുറഞ്ഞപ്പോൾ നമ്മൾ അതിനെ മാറ്റി ഇവിടത്തെ ഒരു ഫിഷ് ടാങ്കിലോട്ട് മാറ്റിയേക്കണം, സേഫ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അറിയില്ല. അപ്പൊ നമ്മൾ ഇത് മൊത്തം ക്ലീൻ ചെയ്യുന്നു, വെള്ളം പറ്റിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞൊന്ന് തേകുന്നു അല്ലേ. നമ്മൾ തേകുന്നു, പിന്നെ മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തെടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പൊ നമുക്ക് ഉഷാറാക്കല്ലേ. അപ്പൊ തകർക്കുവാണ്. അപ്പൊ നമ്മുടെ സാബുജിയുടെ വീടാണിത്. നമ്മളിവിടെ വന്നേ കുളം പറ്റിക്കാൻ വേണ്ടി. വൈഫും പിള്ളേരുമാണ്. ചേച്ചി ഹലോ. ഇത് ചേച്ചിയും പിള്ളേരുമാണ്. അപ്പൊ നമ്മള് ഈ കുളത്തിൽ വന്ന് ഈ സംഭവങ്ങളെല്ലാം പറ്റിച്ച് നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാന്നാണെങ്കിലും. അപ്പൊ നമ്മുടെ സാബുജിയുടെ വീടിന്റെ പുറകു വശത്താണ് നമ്മുടെ ഈ കുളം. അപ്പൊ നമുക്ക് എന്താണെങ്കിലും അങ്ങോട്ട് പോകാം. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരാളെ കാണാം. പേര് രാജു എന്നാണ്, രായപ്പൻ. പിന്നെ മറ്റേ നമ്മുടെ നീനു എന്ന് പറഞ്ഞില്ലായിരുന്നു, ആ കനേഡിയൻ ഡോഗ് എന്ന് പറയുന്നത്. അപ്പം ആ കനേഡിയൻ ബ്രീഡ് എന്ന് പറയുന്നത് വാട്ടർ റെസ്ക്യൂ ഡോഗാണ്. അതുകൊണ്ടാണ് എപ്പോഴും നീനു ഇങ്ങനെ വെള്ളത്തിന്റെ അടുത്തൊക്കെ നിൽക്കുന്നത്. അപ്പോൾ റോബിൻ ഇനിഷ്യേറ്റീവ് എടുത്ത് കുളത്തിൽ ഇറങ്ങി. അവനാണ് ഡ്രെയിൻ ചെയ്യുന്നത്. ഞങ്ങൾ പുറത്തുനിന്ന് വെള്ളം പിടിച്ചിട്ട് ഈ വെള്ളമെല്ലാം കൂടി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്. കാരണം ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ചെടികളെല്ലാം ഉണങ്ങി നിൽക്കുന്നതുകൊണ്ട് അതിനെല്ലാം ഒഴിച്ചു കൊടുക്കാൻ ഓർത്തു. അപ്പോൾ ഞങ്ങളുടെ പരിപാടി തകൃതിമയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിജോയും സാവുച്ചറിനും കൂടിയാണ് വെള്ളം നിറക്കുന്നത്. അണ്ട് ഈ ബക്കറ്റിലെ വെള്ളം ഇങ്ങനെ പിടിച്ചിട്ട് ഞങ്ങളെ കൊണ്ട് ചെടിക്ക് ഒഴിക്കുന്നതാണ്. എന്തായാലും പൊളി മോട്ടറാണ്, ഒന്നും പറയാനില്ല. തകർപ്പനാണ്. നല്ല അടിപൊളിയായിട്ടാണ് വെള്ളം ഡ്രെയിൻ ആകുന്നത്.
എന്തൊരു മോട്ടർ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ ശരിയായത്. അവർക്ക് റോബിൻ അവിടെ ബോൾ തട്ടി കളിക്കുവാണ്. ആ കുളത്തിലേക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ ഇതിഹാസമാണെന്നാണ് അവന്റെ വിചാരം. പക്ഷെ എന്താണെങ്കിലും നമുക്ക് നോക്കാം. കിടക്കണം ചട്ടയും കലവും. പിന്നെ കുളത്തിൽ തള്ളിയിട്ടിട്ടുണ്ട് അവൻ. അതെ, കുളത്തിൽ നിന്ന് എടുത്തു, കുളത്തിലോട്ട് ഇട്ടു. അങ്ങനെ നമ്മുടെ മോട്ടോർ നമ്മൾ റെഡിയാക്കി. പിന്നെയും നമ്മൾ പണി തുടരുകയാണ്. ഒന്നും ആയിട്ടില്ല. ചെടികൾക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള വെള്ളം ഒഴുക്കി കളയുകയാണ്. അപ്പോൾ തിരിച്ചു പറഞ്ഞ് മീൻ വരുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമെന്നാണ്. അപ്പോൾ എന്നാലും നമുക്ക് നോക്കാം എന്തെങ്കിലും മീൻ വരുന്നുണ്ടോ എന്ന്. ഇനി നമുക്ക് കുറച്ച് ഗാർലിക്ക് കാണാം, അതായത് വെളുത്തുള്ളി. ഈ കാണുന്ന എല്ലാം വെളുത്തുള്ളിയാണ്, മൊത്തം വെളുത്തുള്ളിയാണ്. ഇത്ര സ്ഥലമുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം അവർ ഗാർഡനിങ് കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ഭംഗിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വാ, നമ്മുടെ വിജയ് കുതിര കളിക്കാണ്. പാവൻ നീനോന്റെ നേരത്ത് അവൻ കുതിര കളിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജസ്റ്റ് ചേച്ചി ഗാർലിക്ക് പറിക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം എന്തോരം വലിയ ഗാർലിക്കാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. കുക്കിങ്ങിൽ ഉപയോഗിക്കുന്ന വൈൽഡ് ഗാർലിക്കാണത്. സോറി ഗൈസ്, അപ്പൊ നമുക്ക് ഗാർലിക് ആയി വരുന്നേ ഉള്ളൂ. അത് കുറച്ച് നാളുകൂടി എടുക്കും ഇനി ആണെങ്കിൽ. പക്ഷെ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാനും കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാം. നല്ല മണമാണ് ഇതിന്. കറക്റ്റ് ഗാർലിക്കിന്റെ ആ നല്ല സ്ട്രോങ് മണമുണ്ട്. നമുക്ക് ഓണത്തിനടുക്ക് പുട്ട് കച്ചവടം നടത്തുന്ന പ്രണവനെ കാണാം. അവൻ ആ സമയം കൊണ്ട് പതുക്കെ മുങ്ങിയിട്ട് അവന്റെ വണ്ടി നല്ല ഭംഗിയായിട്ട് അവൻ കഴുകിയിട്ടു. നമുക്കൊരു മീൻ കിട്ടിയെന്നൊക്കെയാണ് പറയണത്. ഇത് നമ്മുടെ സുഭിച്ചേട്ടനാണ്, നമ്മുടെ ജസ്റ്റ് ചേച്ചിയുടെ ആങ്ങളെയാണ്. സുഭിച്ചേട്ടന്റെ മോനും കൂടി ഉണ്ട്. ഹലോ, മീനോടെ ആ നമുക്കൊരു മീനിനെ കിട്ടിയിട്ടുണ്ട്. ജീവനുള്ളതുകൊണ്ടായിരിക്കും അത്. അപ്പൊ നമുക്ക് ഒരു മീനിനെ കിട്ടി. എത്ര മീനെ കിട്ടും നമുക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. കട്ട വെയിറ്റിംഗ്. വീണ്ടും നമുക്ക് അടുത്ത മീൻ കിട്ടി. ഇത് റെയിൻബോ ട്രൗട്ട് ആണ്. റെയിൻബോ ട്രൗട്ടിന്റെ കുഞ്ഞാണ്. ഇതാണ് ന്യൂട്ട് എന്നാണ് അതിന്റെ പേര്. ഒരു എൻഡേഞ്ചർ സ്പീഷീസ് ആണിത്. വേറെ രണ്ട് മീനുകൾ കൂടി നമുക്ക് കിട്ടി. ആ കൊള്ളാം. ആ ബക്കറ്റിലോട്ട് ഇതാണ് ഓർഫ്. ഓ ഗോഡ്, ഇത് ഇതാണ് നമുക്ക് അടുത്തത് ഓർഫ്. ഓർഫിനെ കിട്ടി. എന്നാ വെള്ളത്തിലിട്ടോ. അടുത്ത ന്യൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിജയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മരയുണ്ട് അല്ലേ? അല്ല, അരണ. ഇവിടെ ഇതാണ്ട് ഇതിന്റെ ചാകര ന്യൂട്ട്, ഒത്തിരി ന്യൂട്ടുണ്ട് ഇതില്. വളരെ റയറായിട്ട് കാണാൻ പറ്റുന്ന സാധനമാണ്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. കണ്ടു കഴിഞ്ഞാൽ വളരെ മനോഹരമായി കഴിഞ്ഞ് നീങ്ങുന്ന വണ്ടിയില് കണ്ടില്ലല്ലോ. ഏകദേശം ഇങ്ങനെ കിട്ടുന്നവരാണ്. അതുകൊണ്ട് പൊളി. ഇതാണ് നമ്മളിത് ചെയ്യുന്ന. ഇതിനെ വേദനിപ്പിക്കാതെയാണ് കേട്ടോ. അത് ഓർമ്മ വേണം. അതോ മീനിനെ അറിയുന്നുണ്ടോ എന്നറിയില്ല. അതെ മാറുകയാണ്. എവിടെയെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇതിനെ കണ്ടിട്ടുണ്ടോ? അതെ, അതുപോലത്തെ ഒരു ഇത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു അത്. ഒന്ന് പോകുമ്പോൾ അടുത്തത് ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന മീനാട്ടോ. ഇത് നല്ല ഫ്രൈ ഒക്കെ അടിച്ച ഭയങ്കര ടേസ്റ്റ് ആയത്. കോമൺ കാർപ്പാണ്.
ഇവനിത്ര വലുതാ. നമുക്ക് അവനെ വെള്ളത്തിലോട്ട് പതിച്ചിടാം. വാവയ്ക്ക് ഒരു അരണയെ പിടിക്കാനുള്ള അവസരം ഞാൻ ഒരുക്കി കൊടുക്കുകയാണ്. വാവയെ ഇതാ പിടിച്ചോളൂ പിടിച്ചോളൂ പിടിച്ചോളൂ. അവൻ ആ ന്യൂട്ടിനെ അരണയാക്കി. ഓക്കെ, അതിനെ കൂട്ടി ഇട്ടു അങ്ങോട്ട്. ആ 2 ന്യൂട്ടുണ്ട്, 2 ന്യൂട്ട്. ഓക്കെ, ആ റെയിൻബോ ട്രൗട്ട്. റെയിൻബോ ട്രൗട്ട് നമുക്ക് ഇതിന് രണ്ടാമത്തെ കിട്ടുന്നത്. ഇതേ ഒരു മീൻ കൊടുക്കുന്നു, ഇതേ ഒരു മീൻ കൊടുക്കുന്നു. ആ ഇതാ ചാടിപ്പോയ മീൻ. ഓക്കെ, റോബിൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് മീനിനെ. കിട്ടിയോ? ആ അടുത്ത ട്രൗട്ടിനെ കിട്ടി. ഇത് തപ്പി പിടിക്കുന്നതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി കേട്ടോ. തപ്പുകാരാണ് വളരെ ഫേമസ് ആയിട്ടുള്ള. ഒരെണ്ണം ഇത് ഏത് മീനാന്നറിയില്ല. ഒരെണ്ണം റെയിൻബോ ട്രൗട്ടും മറയോത്തിന് കിട്ടിയിട്ടുണ്ട്. ആ അതിന്റെ പേരറിയില്ല. ആരെങ്കിലും പേരറിയാമെങ്കിൽ അത് കമന്റ് ചെയ്താൽ മതി. എടാ ഇവിടെ വേറെ ഒരെണ്ണം, ഒരു തവള. അതിലാ തവളയുമായിട്ടുള്ള മത്സരത്തിലാണ്. കിട്ടിയോ? കാണിച്ചേ. ആ ഓക്കെ, ആ അവനെ വിളിച്ചിരിപ്പുണ്ട് അവിടെ. ബേബി തവള. കൊള്ളാം. ഇനി അടുത്ത് നമുക്ക് വിജയോട് ഒരു പാട്ട് കേൾക്കാവേ. വിജയ് ഒരു പാട്ട് പാടിയേ. കുഞ്ഞിളം കൈ വീശി പോയില്ലേ വിടാതെ എന്നെ വിട്ട്. ഏകദേശം വെള്ളം മൊത്തം ക്ലീൻ ആക്കി നമ്മള് ഇനി രണ്ടാമത് റീഫിൽ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ പോണ്ട് ക്ലീനിങ് കഴിഞ്ഞു. ഇനിയിപ്പോ വെള്ളം നിറച്ചിട്ടിരിക്കുകയാണ്. മിക്കവാറും 4-5 മണിക്കൂർ എടുക്കും ഫില്ല് ആകാൻ. കാരണം ചെറിയ ഓസ് ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. പിന്നെ നാളെ ആയിരിക്കും നമ്മൾ ഫിഷ് ടാങ്കിൽ നിന്ന് നമ്മൾ മീനിനെ പിടിച്ച് പോണ്ടിലോട്ട് ഇടുന്നത്. അപ്പൊ എന്താണെങ്കിലും നമുക്കത് വെയിറ്റ് ചെയ്യാം അത് ഫില്ലാകാൻ വേണ്ടി. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും അവന്മാർ ഇവിടെ കളിച്ചു നടക്കട്ടെ. പാക്ക് വളർന്ന ഫിഷുകളില്ല, അത് ചെറുതല്ലേ, അവർ സത്യത്തിന്റെ കുഞ്ഞുങ്ങളാ. വലുതാകുമ്പോ അവർ വലുതാകുമ്പോ ബ്ലാക്ക് കണ്ടോ? ബ്ലാക്ക് വലുതാ, അതിന്റെ വലുപ്പം നോക്കണ്ട, അവർ സ്റ്റില്ല കുഞ്ഞുങ്ങളവര്. ഈ കാണുന്നല്ല അല്ലേ? തീരെ കുഞ്ഞുങ്ങളും ഉണ്ട്, കണ്ടില്ലേ കറുത്ത്. അവരെല്ലാം വലുതാകുമ്പോ അവർക്ക് കളർ നോക്കും അല്ലെ? കളറ് ഏത് ഷെയ്ഡാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഏത് ഷെയ്ഡും ആവാം. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്ത ഒരു ഗാർഡൻ ഇവിടെ ഉണ്ട്. നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊളിയാണ്. പക്ഷെ ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കാണിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ സ്ഥലങ്ങളും പരിസരങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ. പക്ഷെ ഈ 2-2.5 ഏക്കറിൽ നടക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു ചടങ്ങാണ്. അപ്പൊ അതുകൊണ്ട് മറ്റൊരു ദിവസം ഈ ഗാർഡനിങ്ങിന്റെ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ പരിപാടികളെല്ലാം അടിപൊളിയായിട്ട് അവസാനിച്ചിരിക്കുന്നു. അപ്പൊ ഇനി തന്നെ നമുക്ക് ഫുഡിലോട്ട് കിടക്കാം. അപ്പൊ ഫുഡിന്റെ വിശേഷങ്ങളിലൂടെ വളരെ മനോഹരമായിട്ടാണ് ആ മുട്ട നിറഞ്ഞത്. അപ്പൊ നമ്മുടെ പൊറോട്ട നമ്മുടെ വിജയാണ് അടിക്കാൻ പോണത്. ആ വിജയ് തുടങ്ങിക്കോളൂ. വീഡിയോയിൽ എടുക്കുന്നതുകൊണ്ടാണ് റോബിൻ ഒരെണ്ണം കഴിക്കുന്നത്. അല്ല, അതുകൊണ്ടല്ല, ഡയറ്റില് പൊറോട്ടയും ബീഫും, നല്ല നാടൻ ബീഫ്. നല്ല നാടൻ ബീഫ്, അതിന്റെ കോമ്പിനേഷൻ ആണല്ലോ. നല്ല മത്തി കറി, പിന്നെ പുളി മത്തി കറി, നമ്മുടെ കേരള കിച്ചൺ സ്പെഷ്യൽ ആണ്. അപ്പൊ ധൈര്യമായിട്ട് ഇട്ടോളൂ. അന്തസ് കണ്ട നമ്മളിങ്ങനെ ഒരു കഷ്ണം മുറിച്ച് റോബിൻ കാണിച്ചത് എങ്ങനെ കഴിക്കണ്ടെന്നുള്ളത്. കഷ്ണം സൗജന്യം തുടങ്ങി ഓൾറെഡി. ഒരു മുളക് ഉണ്ട്, കൂട്ടത്തില് മുളക്, അതൊരു കോമ്പിനേഷൻ ആണ്. മുക്കി ചേച്ചി വാ ചേച്ചി.
റോബിൻ പറഞ്ഞ പോലെ പീസ് എടുക്കുക. നമ്മുടെ സാബുജിയും ജിസ്റ്റേച്ചിയും നമ്മുടെ കട്ട ഫാൻ ആണ് എന്നുള്ളതിന് തെളിവാണ് ഈ കാണുന്ന ഫ്രിഡ്ജ്. കാരണം ജിസ്റ്റേച്ചി കുക്ക് ചെയ്യുമ്പോൾ പോലും നമ്മുടെ ചാനൽ കാണുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ വളരെ സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതിലും ഇങ്ങനെ ഒരു വ്ലോഗ് ചെയ്യാൻ അവസരം തന്ന സാബുജിയോടുള്ള നന്ദി അറിയിക്കുന്നു. അപ്പൊ പുതിയ ഗാർഡൻ വിശേഷങ്ങളുമായി നമ്മൾ ഇനി വീണ്ടും വരുന്നതായിരിക്കും. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കമന്റിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പൊ വീണ്ടും വരുന്നവരെ ബൈ. ബെല്ലൈക്കൺ ഞെക്കിയോ ചാവുന്നു. വരുന്നത്